ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം അടുത്ത കാലത്തായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണിത്. ചെറുപ്പക്കാർ പലരും പറയുന്നുണ്ട്, ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ മുതിർന്ന തലമുറയിലുള്ള പല ആളുകളും പറയും, ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഞങ്ങൾക്കൊന്നും ഈ ഡിപ്രഷനൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ ചെറുപ്പക്കാർ പട്ടിണി കിടക്കാത്തത് കൊണ്ടാണ് അവർക്കിങ്ങനെ ഇല്ലാത്തത് പലതും തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെ തിരസ്കരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ വിഷാദ രോഗം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ കഴിഞ്ഞ കുറച്ച് നാളെ ആയുള്ളല്ലോ ഇതിനെക്കുറിച്ച് ഇത്രയ്ക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്, മനുഷ്യരാശി വന്നിട്ട് എത്രയോ നൂറ്റാണ്ടുകളായില്ലേ, അന്നൊന്നും ഇങ്ങനെ ഒരു ഡിപ്രഷൻ എന്നൊരു സംഗതി ഇല്ലായിരുന്നു, ഇപ്പോൾ ആധുനിക ലോകത്തിൽ മാത്രമാണോ ഇത് ഉള്ളത്? ഈ വിഷാദത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രാചീന കാലത്ത് ഗ്രീസിൽ നിന്നായിരുന്നു പലപ്പോഴും വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യകാല പഠനങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല നിരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അന്ന് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യ സ്വഭാവം നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിതം എങ്ങനെയൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് നിഗമനത്തിൽ എത്തിയായിരുന്നു ആദ്യകാല ഭിഷഗ്വരന്മാർ ഇത്തരം രോഗാവസ്ഥകളെ വർണ്ണിച്ചിരുന്നത്. ആദ്യകാല ഗ്രീക്ക് ഡോക്ടർമാർ പലരും പറഞ്ഞിരുന്നത്, ശരീരത്തിൽ വിവിധ തരത്തിലുള്ള സ്രവങ്ങളുണ്ട്, ആ സ്രവങ്ങളെ ഹ്യൂമർ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഈ ശരീരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഹ്യൂമറുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് പെരുമാറ്റ വ്യത്യാസങ്ങളുടെ പുറകിൽ. ഈ വിഷാദമെന്ന് പറയുന്നതും അത്തരത്തിൽ ചില ഹ്യൂമറുകളുടെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നായിരുന്നു അന്നത്തെ കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മധ്യകാലഘട്ടത്തിലൂടെ അടുത്തപ്പോഴാണ് ഈ പ്രേതബാധ, പിശാചുകൾ കയറുക തുടങ്ങിയ ചില ചിന്താഗതികൾ പെരുമാറ്റ വ്യത്യാസങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു ധാരണയിലേക്ക് ലോകം എത്തിച്ചേർന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരിച്ചുപോയ ആളുകളുടെ ആത്മാവ് ആവേശിക്കുന്ന മൂലമാണ് വിഷാദം പോലെയുള്ള അവസ്ഥകൾ വരുന്നത്, ആ ബാധ ഒഴിപ്പിക്കലിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടതുള്ളത് എന്ന തരത്തിൽ ഓരോ രാജ്യത്തും അതാത് രാജ്യത്തിൻ്റെ മത സാംസ്കാരിക വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള പരിഹാര കർമ്മങ്ങളും ക്രിയകളുമൊക്കെ ഇതിനുവേണ്ടി ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. മൂന്നാമത് ഒരു ഘട്ടം എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ഹിസ്റ്റീരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില പെരുമാറ്റ പ്രശ്നങ്ങളുള്ള ആളുകളെ പഠനവിധേയമാക്കി. ഈ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ പൊടുന്നനെ ഉണ്ടാകുന്ന ചില ശാരീരികമായ ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് ശബ്ദം ഇല്ലാതെ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നടക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പൊടുന്നനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ പലതും ഉപബോധ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന പലതരത്തിലുള്ള ആശങ്കകളുടെയും ഉത്കണ്ഠകളുടെയും പ്രതിഫലനമാണ് എന്നുള്ള മട്ടിൽ ഫ്രോയിഡ് അതിനെ വിലയിരുത്താൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണം എന്ന ഒരു മനഃശാസ്ത്ര ശാഖ തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേകതരം പെരുമാറ്റങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അതാണ് എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ള മട്ടിൽ ഫ്രോയിഡ് വിലയിരുത്തുകയുണ്ടായി.